والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب എന്ന കിതാബുൽ ഇൽമിലെ അടുത്ത ഹദീസ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كذب علي متعمدا فليتبوأ مقعده من النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും എൻ്റെ മേലെ വേണമെന്ന് വെച്ച് അറിവോടുകൂടി അവനൊരു കളവ് പറയുകയാണ് എങ്കിൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ചെയ്തതായി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരു കളവ് പറയുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവർത്തികളും ദീനാണ്. അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അപ്പൊ അതിൽ ഒരാൾ കളവ് പറഞ്ഞാൽ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, അവന്റെ നരകത്തിലുള്ള സ്ഥാനം അവൻ ബുക്ക് ചെയ്തു കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. മറ്റൊരു ഹദീസിൽ വഅൻ സമുറത ബിൻ ജുൻദബ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ, ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്ക് ഉദ്ധരിക്കുകയാണ്, യുറാ അന്നഹു കദിബുൻ, അവൻ അറിയാം, അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് കളവാണ് എന്ന്, ഫഹുവ അഹദുൽ കാദിബീൻ, അവൻ കളവ് പറയുന്നവരിൽ ആ പറഞ്ഞവരിൽ ഒരുവനാണ് എന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു ഹദീസ് പറയാണ്, എന്നാൽ അവനറിയാം ഈ ഹദീസ് ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, ഇത് കെട്ടിച്ചമച്ച ഒന്നാണ് എന്നവനറിയാം, അവന് അതിനെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട്, അറിവില്ലാതെ പറയല്ല, അത് കൃത്യമായ ബോധ്യത്തോടുകൂടി പറയാം. അങ്ങനെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളവ് കെട്ടിച്ചമച്ചവനിൽ ഒരുവനെ പോലെ തന്നെയാണ് അത് ഉദ്ധരിക്കുന്നവനും അത് പറയുന്നവനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഇപ്പൊ പല ഹദീസുകളും മൗദൂആയിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരുപക്ഷെ ദീനിന്റെ മറ്റുള്ള അടിസ്ഥാനങ്ങൾക്ക് തന്നെ എതിരായിട്ടുള്ള ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ കെട്ടിച്ചമുക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതറിയാതെ പറഞ്ഞു പോയിട്ട് അവർക്ക് തിരുത്തി കൊടുത്താൽ ഇത് ദീനിൽ ഇല്ലാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും തിരുത്താതെ അവരുടെ കിതാബുകൾ എഴുതി വെക്കുന്ന, അത് വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗൗരവമുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുക എന്നുള്ളത്. അത് ആ കളവ് പടച്ചുണ്ടാക്കിയവൻ ആരാണോ അവനിൽ പെട്ടവനെ പോലെ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ വഅനിൽ മുഗീറ ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന കദിബൻ അലയ്യ ലൈസ കകദിബിൻ അലാ അഹദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മേലെ ഒരു കളവ് പറയുക എന്നുള്ളത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു കളവ് പറയുക എന്നുള്ളത് മറ്റുള്ള ഒരാളുടെ മേലെ കളവ് പറയുന്നത് പോലെയുമല്ല, ഗൗരവമുള്ള കാര്യമാണ്. ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, എന്റെ മേലെ കളവാണെന്നുള്ള ബോധത്തിൽ ഒരാൾ ഒരു വാക്ക് പറയുകയാണ്, കളവ് പറയുകയാണെങ്കിൽ നരകത്തിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ പറഞ്ഞു നോക്ക്, മറ്റുള്ള ആരുടെ മേലെ പറഞ്ഞാലും അതുപോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ പറഞ്ഞാൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഒരു കാര്യം പറയുമ്പോ അത് ദീനും വഹ്യുമാണ്, അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഹദീസ് നമ്മൾ പറയുമ്പോൾ ഇന്ന് കാലത്ത് ഒരുപക്ഷെ ഹദീസുകൾ ഫോർവേഡ് ചെയ്യുന്നിടത്ത് മെസ്സേജ് ആയിട്ട് വരുന്നു, അത് ഫോർവേഡ് ചെയ്യുന്നു, ഗ്രൂപ്പുകളിൽ ഇടുന്നു, പലർക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് കണ്ടാൽ തന്നെ അത് ശരിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അതിനൊരു പ്രമാണം വേണം. ഇപ്പൊ ഹദീസുകളാണെങ്കിൽ അത് സഹീഹാണ് എന്ന് മനസ്സിലാക്കുന്ന അടയാളങ്ങൾ വേണം. അതല്ലാതെയുള്ള കാലക്കൈലകൾ, കേവലമുള്ള വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന വാക്കുകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിക്കുന്നതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്.
അപ്പൊ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ, അത് സ്വഹീഹാണോ എന്നുള്ള അറിവോടുകൂടി അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യാൻ. അറിഞ്ഞിട്ടും ആ കള്ളമായിട്ടുള്ള ഹദീസുകളും അതുപോലെ തന്നെ കെട്ടിച്ചമച്ച ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നരകത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്ത ഫസ്ല് കിതാബുൽ ഇൽമിലെ തന്നെ അടുത്ത ഫസ്ല് അത്തർഗീബ് ഫി മുജാലസത്തിൽ ഉലമാ, ഉലമാക്കളുടെ സദസ്സുമായി ബന്ധപ്പെട്ട് അതിനുള്ള പ്രോത്സാഹനം. ഈ ബാബിൽ തർഗീബ് എന്ന കിതാബിൽ എന്ത് കൊടുത്തിട്ടില്ല, കൊടുത്ത ഹദീസുകളൊന്നും സഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽബാനി റഹിമഹുല്ലാ ഇതിൽ ഒന്നും കൊടുത്തിട്ടില്ല. അടുത്തൊരു ഫസ്ല് അത്തർഗീബ് ഫി ഇക്റാമിൽ ഉലമാ വഇജ്ലാലിഹിം വതൗഖീരിഹിം വതർഹീബ് മിൻ ഇളാഅതിഹിം വഅദമിൽ മുബാലാതി ബിഹിം. ഉലമാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും അതിനുള്ള പ്രോത്സാഹനവും അതിൽ അലംഭാവം കാണിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള, അത് പാഴാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള താക്കീതും ആണ് അടുത്ത ഫസ്ൽ. നമുക്കറിയാം, പണ്ഡിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിനെ ഉണർത്താനുള്ള അഥവാ ബാക്കിയുള്ള ആളുകളെ ഉണർത്താനുള്ള, അവരെ അശ്രദ്ധയിലാകുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള, അവർക്ക് ഹലാലുകളും ഹറാമുകളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആളുകളാണ്. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന കോഴി കൂകിക്കൊണ്ട് ആളുകളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. ഫജ്റും ഖിയാമുൽ ലൈലിനെല്ലാം. അങ്ങനെയുള്ള കോഴിയെ തന്നെ ആക്ഷേപിക്കരുത് അല്ലെങ്കിൽ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ജനങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തുന്നവരാണ് പണ്ഡിതന്മാർ. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നാം നൽകണം. അതിലൊരു വീഴ്ച നമുക്ക് വരുത്താൻ പാടില്ല. ഈ ബാബിലെ ഹദീസിൽ കാണാം, അൻ ജാബിർ റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم كان يجمع بين الرجلين من قتلى أحد. ഉഹദ് യുദ്ധം കഴിഞ്ഞ് അതിൽ ഷഹീദായ ആളുകൾ, അതിൽ രണ്ടാളുകളെ ഒരേ ലഹദിൽ അല്ലെങ്കിൽ ഒരേ ഖബറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയിരുന്നത്. അങ്ങനെ മറമാടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു, ഫയഖൂൽ അയ്യുഹുമാ അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ. ഈ രണ്ടു പേരിൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ചിട്ടുള്ളത്? രണ്ടാളുകളെ ലഹദിൽ ഖബറിൽ വെക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇതിൽ ആരാണ് കൂടുതൽ ഖുർആൻ പഠിച്ചിട്ടുള്ളത്? ഫൈദാ ഉശീറ ഇലാ അഹദിഹിമാ, അതിൽ ഒരാളെ പറഞ്ഞു കൊടുത്താൽ, ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ, ഖദ്ദമഹു ഫിൽ ലഹദ്, ആ വ്യക്തിയെ ആദ്യം ലഹദിൽ വെക്കുമായിരുന്നു. ലഹദ് എന്ന് പറഞ്ഞാൽ അറബ് നാടുകളിൽ കാണുന്ന ഖബർ തന്നെ സൈഡിലേക്ക് വെക്കുന്ന രീതിയുള്ളതാ. അതിലേക്ക് ആദ്യം വെക്കാറുള്ളത് ഖുർആൻ കൂടുതൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു, അഥവാ അറിവിന് കൊടുത്ത പരിഗണനയാണ്. മരണത്തിന് ശേഷം ഖബറിൽ വെക്കുമ്പോൾ, രണ്ടാളുകൾ ഒരുമിച്ച് വെക്കുമ്പോൾ അതിൽ ആരാണോ കൂടുതൽ പഠിച്ചത്, കൂടുതൽ അറിവുണ്ടായിരുന്നത്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗണന നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം, എത്രത്തോളം അവർക്ക് ആദരവും ബഹുമാനവും നൽകണം. അറിവുള്ള ആളുകളെ ബഹുമാനിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മറ്റൊരു ഹദീസ്, അൻ അബി മൂസ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമ ദിശൈബത്തിൽ മുസ്ലിം. അല്ലാഹുവിന് നൽകുന്ന മഹത്വത്തിൽപ്പെട്ട, അല്ലാഹുവിന് ജലാലത്ത് നൽകുന്നതിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്, പ്രായമേറിയ നരബാധിച്ചിട്ടുള്ള ഒരു മുസ്ലിമിനെ ആദരിക്കുക എന്നുള്ളത്, അവർക്ക് ആദരവ് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ഹാമിലിൽ ഖുർആൻ ഗൈരിൽ ആലി ഫീഹി വലൽ ജാഫി അൻഹു. ഖുർആൻ പഠിച്ചിട്ടുള്ളവൻ, അതിൽ അറിവുള്ളവൻ, ഖുർആനിൽ അതിര് വിട്ടിട്ടുമില്ല എന്നാൽ അലംഭാവം കാണിച്ചിട്ടുമില്ല. അഥവാ ഖുർആനിലെ മുത്തശാബിയായ ആയത്തുകളുടെ പിന്നാലെ പോയി അല്ലെങ്കിൽ ഖുർആനിന്റെ പാരായണങ്ങൾ മാത്രം പഠിച്ച് ആ രീതിയിലല്ല, അതിനനുസരിച്ച് അമല് ചെയ്ത് അതിൽ അലംഭാവം കാണിക്കാതെ ഖസ്ദ് മിതത്വത്തിൽ ഖുർആനെ കൊണ്ടു നടക്കുന്ന ആൾ, അവരോട് കാണിക്കുന്ന ആദരവ്. മൂന്നാമത്തേത് പറഞ്ഞു നീതിമാനായ ഭരണാധികാരിയോടുള്ള ആദരവ്. ഈ മൂന്ന് കൂട്ടരോടുള്ള ആദരവ് അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തേത് എന്താണ്? ഒരു പ്രായമായ നരബാധിച്ചിട്ടുള്ള ഒരു മുസ്ലിമിനെ ആദരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ഖുർആനിൽ അറിവുള്ള ആളെ ആദരിക്കുക എന്നുള്ളത്, യഥാർത്ഥ രൂപത്തിൽ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തേത് നീതിമാനായിട്ടുള്ള ഭരണാധികാരി.
നാട്ടുകാർ, ഇവരെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ബാധ്യതയായിട്ടുള്ള, നാം ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ്. ഈ ഹദീസുകളെല്ലാം പഠിപ്പിക്കുന്ന കാര്യം ഉലമാക്കളെ, അറിവുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.